അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഞാനും എൻ്റെ കുഞ്ഞും സുഖമായിരിക്കുന്നു. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാമോ? എത്ര നന്ദികേടുകൾ നമ്മൾ കാണിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എത്ര തെറ്റുകൾ ചെയ്താലും ഇബാദത്തുകളിൽ നിന്നും പിന്തിരിഞ്ഞാലും നമ്മൾ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് നമ്മൾ എത്ര തെറ്റുകൾ ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഇപ്പോൾ ഈ നിമിഷം തന്നെ എല്ലാ തെറ്റുകളിൽ നിന്നും പിന്തിരിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചൊല്ലി മടങ്ങുക. അത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് നിമിഷവും നമ്മളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അല്ലാഹ് എന്നുള്ള വിളി കേൾക്കുവാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ്. അത് നമ്മൾ എത്ര പാപികളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കിലേക്ക് വരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളുടെ ഓരോ വിളികളും നമ്മുടെ ഓരോ ദുആക്കും അതുപോലെ ദിക്റുകൾക്കും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുകയാണ്. കാരണം അവൻ അവൻ്റെ അടിമകളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ കരുതും ഒരുപാട് തെറ്റുകൾ ചെയ്ത് കൂട്ടിയത് കൊണ്ട് എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും കേൾക്കുകയില്ല, എൻ്റെ ദുആക്ക് ഉത്തരം നൽകുകയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി എന്നൊക്കെ. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ തെറ്റുകൾ പൊറുക്കുവാനും നമ്മളുടെ തൗബക്കായി അവൻ റെഡിയാണ്. നിങ്ങൾ എപ്പോൾ മടങ്ങിയാലും അവൻ നമ്മുടെ തൗബ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ, നമ്മുടെ പാപമോക്ഷം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ, നമ്മുടെ ഓരോ ദുആയും ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അവനത് കേട്ടിരിക്കും, കേൾക്കാൻ തയ്യാറായിരിക്കുകയാണ് എന്ന ഓർമ്മ നമ്മളിൽ ഉണ്ടായാൽ മതി, എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടായാൽ മതി. അത് നമ്മൾ എത്ര തെറ്റുകൾ ചെയ്തവരാണെങ്കിലും അല്ലാഹു നമ്മളെ പൂർണ്ണമായി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള 10 ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കണം എന്ന് നിങ്ങളുടെ ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന 10 ടിപ്സുകൾ ഫോളോ ചെയ്താൽ മതി. ആദ്യമായിട്ട് ഒന്നാമത്തെ ടിപ്സ്, നിരന്തരം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് നമ്മുടെ നാവുകൾ റെസ്റ്റില്ലാതെ ഇങ്ങനെ മൊഴിഞ്ഞുകൊണ്ടിരിക്കുക. ഓർമ്മ വരുമ്പോഴൊക്കെ, നമ്മൾ മനുഷ്യരാണ്, ചിലപ്പോൾ നമ്മൾ കരുതും ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ ചൊല്ലണം എന്നൊക്കെ, മറന്നു പോകും. പക്ഷെ പെട്ടെന്ന് നമുക്കൊരു ഓർമ്മ വരുമ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ചൊല്ലുക. ഇതിങ്ങനെ നിരന്തരം ചൊല്ലുമ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മറക്കുകയില്ല. അപ്പോൾ ഒന്നാമത്തെ ടിപ്സ്, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ ചൊല്ലുക. അപ്പോൾ നമ്മൾ കരുതും, ഞാൻ ഒരുപാട് മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, ഇതൊക്കെ ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ. ഇല്ല, ഈ നിമിഷം തന്നെ നിങ്ങൾ തുടങ്ങിക്കോളൂ, നിങ്ങൾ ചെയ്താൽ ശരിയാകും. ഈ നിമിഷം തന്നെ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ട് ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ ചൊല്ലുക. അത് ആത്മാർത്ഥമായിട്ട് തന്നെ ചൊല്ലുക. ഇങ്ങനെ ചൊല്ലിയാൽ നമ്മുടെ മനസ്സിനൊരു സമാധാനമുണ്ടാകും, ഒരു എന്തോ ഒരു ആത്മസംതൃപ്തി നമുക്ക് ലഭിക്കും. ഇത് നിരന്തരം ചൊല്ലുകയാണെങ്കിൽ പിന്നീടുള്ള തെറ്റിലേക്കുള്ള ആ ഒരു മടുപ്പ് നമ്മളിലുണ്ടാകും. തെറ്റ് ചെയ്യുവാനുള്ള ആ ഒരു ആവേശമൊന്നും നമ്മുടെ ജീവിതത്തിലുണ്ടാവില്ല. നമ്മളറിയാതെ തന്നെ അല്ലാഹു നമ്മളെ നേർവഴിയിലൂടെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, രാത്രി വല്ലപ്പോഴൊക്കെ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുക. എപ്പോഴും നമുക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ആഴ്ചയിൽ ഒരിക്കലോ 2 തവണയോ, അതല്ല നമ്മൾ ആ സമയത്ത്, അതായത് സുബഹിയുടെ 15-20 മിനിറ്റോ അരമണിക്കൂർ മുന്നൊക്കെ എണീക്കുമ്പോൾ ആ ഒരു ഒളു എടുത്ത് 2 റക്അത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുക. ആ ഒരു മൊമെൻറ്റ് അല്ലാഹു തആലയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം ലോകം മുഴുവനും ഉറങ്ങുന്ന സമയത്ത് നീ അല്ലാഹു തആലയ്ക്ക് വേണ്ടിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നു, ദുആ ചെയ്യുന്നു, തൗബ ചെയ്യുന്നു. അത് അല്ലാഹു തആല ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്നേഹിക്കും. ഇത് നമ്മൾ തുടക്കത്തിൽ ആഴ്ചയിൽ 1-2 തവണയായിട്ട് ചെയ്യുക. നിരന്തരം നിങ്ങൾക്ക് എഫോർട്ട് എടുത്ത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലൊരു കാര്യമാണ്. തഹജ്ജുദ് നിസ്കരിക്കുക, തൗബ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരല്പം കണ്ണീര് പൊട്ടി ദുആ ചെയ്യുക. ഇതൊക്കെ ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി അടുക്കുവാൻ കാരണമാകുന്നു. മൂന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഒരു പേജ് ഖുർആനെങ്കിലും ഓതാൻ നിങ്ങൾ ശ്രമിക്കുക.
എല്ലാ ദിവസവും ഒരു പേജ്, ജസ്റ്റ് ഒരു പേജെങ്കിലും നിങ്ങൾ, ഇത് മിനിമമാണ് ഞാൻ പറയുന്നത്, മാക്സിമം ഒരു ജുസ് എങ്കിലും ഓതുക. അതല്ലെങ്കിൽ നമുക്കറിയാവുന്ന സൂറത്തുകളുണ്ടല്ലോ, യാസീൻ, വാഖിയ, തബാരക്ക, റഹ്മാന് തുടങ്ങിയ സൂറത്തുകൾ ഇശാ മഗ്‌രിബിനിടയിൽ ദിവസവും പതിവാക്കുക. ഇങ്ങനെ ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കുക. അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹു നേരിട്ട് ഇറക്കിയിട്ടുള്ള ഒരു കിതാബാണല്ലോ ഖുർആൻ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുത്ത് നബിക്ക് നൽകിയ അള്ളാഹുവിൻ്റെ ഗിഫ്റ്റാണല്ലോ ഖുർആൻ. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് നമ്മളോട് അതിയായ സ്നേഹമുണ്ടാകും. അത് എത്ര ഫ്ലുവൻ്റായിട്ട് ഓതാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിലും നിങ്ങൾ പരമാവധി ശ്രമിക്കുക. നിങ്ങളുടെ എഫേർട്ട് അള്ളാഹു കാണുന്നുണ്ട്. നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എത്ര ഓതാൻ അറിയില്ല എന്ന് പറയുന്ന ആളുകളാണെങ്കിലും ഒരു പേജെങ്കിലും നിങ്ങൾ സാവധാനം എഫേർട്ട് എടുത്ത് ഓതുക. അതല്ലെങ്കിൽ നിങ്ങൾ മനഃപ്പാഠമാക്കിയ സൂറത്തുകൾ ദിവസവും ഓതുക. ഖുർആൻ പാരായണം ചെയ്യാത്തൊരു ദിവസം പോലും നിങ്ങളിൽ ഉണ്ടാവാതിരിക്കുവാൻ ശ്രമിക്കുക. അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുക. അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ദിക്റാണിത്. അത് ധാരാളമായി ചൊല്ലുക. അതിനു വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ച് ചൊല്ലേണ്ടതില്ല. നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത്, നിങ്ങൾ അടുക്കളയിൽ പാകം ചെയ്യുകയാണെങ്കിൽ അപ്പോഴും ഇങ്ങനെ ദിക്റുകൾ ചൊല്ലുക. അതുപോലെ നിങ്ങൾ ക്ലാസ്സിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ അപ്പോഴും ഈ ദിക്റുകൾ ചൊല്ലുക. ബസ്സിൽ, കാറിൽ, എവിടെയാണെങ്കിലും ഈ ദിക്ർ ഇങ്ങനെ എണ്ണമില്ലാതെ ചൊല്ലുക. നിങ്ങൾ നാവുകൾ ദിക്ർ കൊണ്ട് നനഞ്ഞതായിരിക്കണം. അത് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇത് ധാരാളമായി ചൊല്ലുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തിന്മയുടെ പാതയിലൂടെ പോവുകയില്ല. നമ്മൾ ശരിയായ മാർഗം, നമുക്ക് എന്താണോ ഹൈറായത് അത് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിലേക്ക് എത്തിച്ചു തരികയും നമ്മൾ ശരിയായ പാതയിലൂടെ നയിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ ഫോർഗിവ്നെസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കണ്ടീഷനും ഇല്ലാതെ എല്ലാവർക്കും പൊരുത്തപ്പെട്ട് കൊടുക്കുക. എന്നെപ്പറ്റി പറഞ്ഞവർക്കും എന്നെപ്പറ്റി പറയാൻ പോകുന്നവർക്കും ഞാൻ എൻ്റെ മരണം വരെ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ പറയുക. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണിത്. ഒരുപക്ഷെ അവർ ഒരുപാട് നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടാവാം, ഒരുപാട് നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം, അവർ നിങ്ങളെ ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്, കുറ്റങ്ങൾ പറഞ്ഞ് നടന്നിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഒന്ന് മാത്രം ചിന്തിക്കുക, മുത്തുനബി ഒരുപാട് ദ്രോഹങ്ങൾ സഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശത്രുക്കളിൽ നിന്നും. എന്നിട്ട് മുത്തുനബി അവർക്കൊക്കെ പുറത്തു കൊടുത്തില്ലേ, അവരോട് ക്ഷമിച്ചില്ലേ? തായിഫിലെ ഒരു സംഭവം നിങ്ങൾക്കറിയാവുന്നതല്ലേ? ആ ചരിത്രം നമുക്കെല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ? അതുകൊണ്ട് മുത്തുനബി ജീവിതത്തിൽ കൊണ്ടുവന്ന ആ ഒരു കാര്യമാണ് അൺകണ്ടീഷണൽ ഫോർഗിവ്നെസ്. എല്ലാവരോടും ഒരു കണ്ടീഷനും ഇല്ലാതെ, ഒരു ബാധ്യതയും വരുത്താതെ പൊരുത്തപ്പെട്ടു കൊടുക്കുക. അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഏതൊരു കാര്യം ആരംഭിക്കുകയാണെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ ബിസ്മി കൊണ്ട് ആരംഭിക്കുക. എന്ത് ചെയ്യുകയാണെങ്കിലും ബിസ്മി ചൊല്ലുക. ഇവൻ നിങ്ങൾ എണീറ്റു, ബിസ്മി കൊണ്ട് ആരംഭിക്കുക. ഭക്ഷണം ഉണ്ടാക്കാൻ പോകുമ്പോൾ, വണ്ടിയിൽ കയറുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, പഠിക്കാനിരിക്കുമ്പോൾ, എഴുതാനിരിക്കുമ്പോൾ, അങ്ങനെ ഓരോന്നിലും തുടക്കത്തിൽ തന്നെ ബിസ്മി കൊണ്ട് ആരംഭിക്കുക. ഇങ്ങനെ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ബിസ്മി കൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ അതിൽ ബർക്കത്തുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും. മറ്റൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നിർബന്ധമായ നിസ്കാരം അതിൻ്റെ ഏറ്റവും നല്ല സമയത്ത്, അതായത് ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നിസ്കരിക്കുക. നിസ്കാരത്തിൻ്റെ സമയം പിന്തിപ്പിക്കാതിരിക്കുക, ഖളാ ആക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ സുന്നത്ത് നിസ്കാരങ്ങളും ധാരാളമായി ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ അള്ളാഹുവുമായുള്ള ബന്ധം അടുപ്പിക്കുവാനും ആ ബന്ധം നിലനിർത്തുവാനും സാധിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുക എന്നുള്ളത്. അത് അവനോടുള്ള ഒരു നന്ദി സൂചകവും കൂടിയാണ്. മറ്റൊരു ടിപ്സാണ് ഏത് വിഷയത്തിലും അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അതായത് ശുക്റുള്ളവനായിരിക്കുക. നമുക്ക് എന്ത് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടാവണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും ഏത് സന്തോഷഘട്ടത്തിലും ഏതെങ്കിലും ഒരു
ദുഃഖഘട്ടമാണെങ്കിലും അത്രയല്ലേ സംഭവിച്ചിട്ടുള്ളൂ, അതല്ലേ എനിക്ക് ഇത്രയല്ലേ വന്നിട്ടുള്ളൂ എന്നൊരു ചിന്തയിൽ അൽഹംദുലില്ലാ എന്ന് പറയുക, ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മറ്റൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുമായി അടുക്കുവാൻ തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുക. അതൊരു പക്ഷേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിരിക്കും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡിക്ഷൻസ് ആയിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിരിക്കുക. ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നിസ്കാരങ്ങൾ ഖളാ ആയി പോകും. അതല്ലെങ്കിൽ ഖളാ ആകുന്ന നേരത്തോട് അടുത്തായിരിക്കും നമ്മൾ നിസ്കരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതിലൊക്കെ ഒരു ലിമിറ്റേഷൻ വെക്കുക. ഒരു പക്ഷേ നമ്മുടെ സുഹൃത്ത് ഇത്തരം കാര്യങ്ങളിലൊന്നും ഗൗരവമുള്ളവരായിരിക്കില്ല. നിസ്കാരത്തിലോ നോമ്പിലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ഒരു ബന്ധവും പുലർത്താത്തവരായിരിക്കും നമ്മുടെ സുഹൃത്തുക്കൾ. അതുകൊണ്ട് അള്ളാഹുവിനോട് അടുക്കുവാൻ നമുക്ക് തടസ്സമാകുന്നതൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. മറ്റൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തുക. എന്തെങ്കിലും ദേഷ്യം വരുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴോ അവിടെ നിങ്ങൾ കാമായിട്ട് നിൽക്കുക. ദേഷ്യം നിയന്ത്രിച്ച് അള്ളാഹുവിന് വേണ്ടിയിട്ട്, അള്ളാഹുവിനെ വിചാരിച്ച്, അള്ളാഹുവിനെ പേടിച്ച് നിൻ്റെ നാവിനെ അടക്കി വെക്കുക. കാരണം നമ്മൾ ആ ദേഷ്യത്തിൽ പലതും വിളിച്ചു പറയും. പിന്നീട് ദേഷ്യമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ആ പറഞ്ഞത് ഓർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ സ്വയം നമ്മളെ നിയന്ത്രിക്കുക. ദേഷ്യം വരുമ്പോൾ സൈലൻ്റായി നിൽക്കുക. ഒരു തർക്കമുണ്ടാകുമ്പോൾ ഒരു പക്ഷേ നമ്മളെ ഭാഗത്തായിരിക്കും ന്യായമൊക്കെ. ആ തർക്കമുണ്ടാകുമ്പോൾ അതിനൊക്കെ വിട്ടു നിൽക്കുക. മറ്റൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നന്മകളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും സ്വതക്ക ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മറ്റൊരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുക. അത് നമ്മളും നമ്മുടെ പടച്ച റബ്ബും തമ്മിൽ അറിഞ്ഞാൽ മാത്രം മതി എന്ന് കരുതുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. അത്തരം ആളുകളിൽ നിന്നൊക്കെ മാറി നിന്ന് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ നന്മകൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ സ്വതക്കകളൊക്കെ അള്ളാഹുവിൻ്റെ ഇടയിലും നമുക്കിടയിലും മാത്രം അറിഞ്ഞാൽ മതി എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യവും കൂടിയാണ്. മറ്റൊരു ടിപ്സ് എന്തെന്ന് വെച്ചാൽ, എപ്പോഴും പുഞ്ചിരിക്കുന്നവരായിരിക്കുക. ഒരു പക്ഷേ നമ്മൾ ഒരുപാട് വിഷമിക്കുന്നവരായിരിക്കും. മറ്റുള്ളവർ കാരണം ചതിക്കപ്പെട്ടവരായിരിക്കും. മറ്റുള്ളവരെ കാരണം നമ്മുടെ ഹൃദയങ്ങൾ ഹാർഡായി പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും സോഫ്റ്റായിരിക്കുക. മറ്റുള്ളവരോട് പുഞ്ചിരിക്കുക. ഒരു പുഞ്ചിരി പോലും സ്വതക്കയാണെന്നാണ് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പുഞ്ചിരിക്കുക. നല്ല ഉദ്ദേശം വെച്ച് പുഞ്ചിരിക്കുക. അതല്ല മറ്റുള്ളവരെ ആകർഷിപ്പിക്കണം എന്ന ഉദ്ദേശം വെച്ചിട്ടൊന്നും അങ്ങനെ ചെയ്താൽ അത് ഹറാമായി പോകും. റസൂലുള്ളാഹിൻ്റെ സുന്നത്താണെന്ന് കരുതി പുഞ്ചിരിക്കുക. വളരെ നിസ്സാരമായി കാണുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ അള്ളാഹുമായി അടുക്കുന്നവരായിരിക്കും. തെറ്റുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഗൈഡ് ചെയ്ത് നേർവഴിയിലേക്ക് നയിക്കും. ഈ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായി ചെയ്ത് തിരുത്തി തരേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.